ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ ഒരു ഉള്ളിത്തീയലാണ് വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഓണത്തിന് എല്ലാ വീടുകളിലും സാധാരണ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഉള്ളിത്തീയൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് ഓണത്തിൻ്റെ തലേദിവസം രാത്രിയാണ്. അതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഉള്ളിത്തീയൽ വെക്കുവാനായിട്ട് 1 കിലോ സവാളയാണ്, അതായത് ചെറിയ വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് ഉള്ളിത്തീയൽ വെക്കുവാനായിട്ട് ചെറിയ ഉള്ളി കിട്ടുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുക്കണം. അത് നമുക്ക് വറുത്തെടുക്കുവാനായിട്ടാണ്. അതുപോലെ തന്നെ 3 മുറി തേങ്ങ നമുക്ക് ചിരണ്ടിയെടുക്കണം. അത് നല്ലതുപോലെ വറുത്തെടുക്കുവാനും കൂടിയാണ്. അപ്പോൾ 3 മുറി തേങ്ങ ചിരണ്ടിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ തന്നെ നമുക്ക് അത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ തേങ്ങയെല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കുവാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകുകയില്ല. അപ്പോൾ നമുക്കിത് കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ വേണം നല്ലതുപോലെ വറുത്തെടുക്കുവാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1/4 പരുവമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആകുവാനുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1/4 പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരയ്ക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കുവാനായിട്ട്. അപ്പോൾ തേങ്ങയുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വരും. ഇപ്പോൾ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന തേങ്ങയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ തേങ്ങ വറുത്തെടുത്ത അതേ കടായി തന്നെ അടപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് വേഗം ചേർക്കുന്നത് പെട്ടെന്നൊന്ന് വഴണ്ട് വരുവാനായിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു നാരങ്ങ മുഴുപ്പിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇപ്പോൾ നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ലേശം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഓണസദ്യ സ്പെഷ്യൽ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.